കാരക്കോണം മെഡിക്കൽ കോളേജിലെ MBBS സീറ്റ് ലക്ഷ്യമിട്ട് വ്യാജരേഖ ചമച്ചതിന് 10 പേർക്കെതിരെ കേസ്. ഇത്തരത്തിൽ NRI സീറ്റ് തരപ്പെടുത്താൻ ശ്രമിച്ച വിദ്യാർത്ഥിനിയും ഇടവക അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയും കോളേജ് പ്രിൻസിപ്പലും ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാമും ഉൾപ്പെടെ പ്രതികളാണ്. 2021-22 അക്കാദമിക് വർഷത്തെ MBBS അഡ്മിഷനിലാണ് ക്രമക്കേടിന് ശ്രമം നടന്നത്. തനൂജ എന്ന വിദ്യാർത്ഥിനി NRI സീറ്റ് കിട്ടാനായി മാതാപിതാക്കളുടെ പേര് മാറ്റി വ്യാജരേഖ ചമച്ച് അഡ്മിഷൻ നേടിയെന്നാണ് കേസ്. ചെറിയകല്ല് സ്വദേശികളായ മഞ്ജു ഷിജു ദമ്പതികളുടെ മകളാണ് തനൂജ. CSI മഹാ ഇടവകയുടെ കീഴിലുള്ള കാരക്കോണം മെഡിക്കൽ കോളേജിൽ NRI സീറ്റ് കരസ്ഥമാക്കാൻ ഇടവകയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായ TT പ്രവീണിനെ സ്വന്തം പിതാവാക്കിയും പ്രവീണിന്റെ ഭാര്യ സിനിയെ മാതാവാക്കിയുമാണ് വ്യാജരേഖ ചമച്ചത്. ഏറെക്കാലമായി പ്രവീണിന്റെ ഭാര്യ സിനിയുടെ സഹോദരി മിനി കാനഡയിലാണ് താമസം. 2019 പുറത്തിറങ്ങിയ നിയമപ്രകാരം അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥിയുടെ അച്ഛനോ അമ്മയോ മാതൃപിതൃ സഹോദരങ്ങളോ വിദേശത്തുണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ അർഹതയുണ്ടാകൂ. ഈ നിയമത്തെ ചൂഷണം ചെയ്യാനാണ് സിനിയെ മാതാവാക്കി കാട്ടിയത്. ഇതിനായി വ്യാജ ജനന സർട്ടിഫിക്കറ്റും ബന്ധുത്വ സർട്ടിഫിക്കറ്റും ചമച്ചു. തിരുവനന്തപുരം സ്വദേശി VT മോഹനന്റെ പരാതിയെ തുടർന്നാണ് സംഭവം പുറത്തറിഞ്ഞത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തനൂജ, അമ്മ മഞ്ജു, TT പ്രവീൺ, പ്രവീണിന്റെ ഭാര്യ സിനി, സിനിയുടെ സഹോദരി മിനി, പ്രവീണിന്റെ അച്ഛൻ തോംസൺ നാടാർ, തൈക്കാട് വില്ലേജ് ഓഫീസറായിരുന്ന വിനോദ് കുമാർ വിജയരാജൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനുഷ മേർലിൻ, കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാം എന്നിവർക്കെതിരെയാണ് വെള്ളറട പോലീസ് കേസെടുത്തത്. മുദ്രപത്ര വ്യാപാരിയായ തോംസൺ നാടാർ വ്യാജരേഖകൾ ചമയ്ക്കാൻ മുദ്രപത്രങ്ങൾ നൽകിയതിനാണ് കേസെടുത്തത്. എന്നാൽ രേഖകൾ ചമച്ചു നൽകിയതിനാണ് വില്ലേജ് ഓഫീസർമാർക്കെതിരെയുള്ള കേസ്. ന്യൂസ് 18 കാരക്കോണം.